നമ്മൾ ഇന്ന് 18+ കണ്ടന്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അതെ, 18+ എന്ന് പറയുന്ന സമയത്ത് പല ആളുകളുടെയും മൈൻഡിൽ വരുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ന്യൂഡിറ്റി, സെക്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഡൾട്ട് കണ്ടന്റുകളാണ്. എന്നാൽ 18+ എന്ന് പറയുന്ന ഒരു ഏജിന് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിക്ക് മറ്റൊരു ഫേസ് കൂടി ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. പല ആളുകളും കാണാത്തതും ആ ഒരു ഏരിയ. 18 വയസ്സ് എന്ന് പറയുന്നത് നമ്മൾ കുട്ടി എന്ന നിലയിൽ നിന്ന് മാറിയിട്ട് ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിലുള്ള പരിഗണന കിട്ടുന്ന അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്ന ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഏജാണ് ആക്ച്വലി. അതായത് നമ്മുടെ കരിയർ വൈസ് ആയിക്കോട്ടെ, പേഴ്സണലി ആയിക്കോട്ടെ, നമ്മളൊരു കുട്ടി എന്നുള്ള ടാഗ് ലൈനിൽ നിന്ന് മാറി മുതിർന്ന ഒരു പൗരൻ എന്നുള്ള ഒരു സെറ്റപ്പിലേക്ക് എത്തുകയാണ്. മീൻസ് ആ ഒരു ഏജിലേക്ക്, ആ ഒരു ഫേസിലേക്ക് എത്തുകയാണ്. സോ ഈ സമയത്ത് നമുക്ക് ഒരുപാട് ആക്സസ് ലഭിക്കുന്നുണ്ട്. നമുക്കൊരു വോട്ടവകാശം, ഒരു രാജ്യത്തെ വോട്ടവകാശം നിർണ്ണയിക്കുന്നത് 18 വയസ്സാണ്. നമുക്ക് ആരെയാണ് കല്യാണം കഴിക്കാൻ പറ്റുക അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റുക എന്ന് പറയുന്നത് 18 വയസ്സ് മുതലാണ്. നമ്മുടെ ഒപ്പിന് വാല്യൂ കിട്ടുന്നത് 18 വയസ്സ് മുതലാണ്. നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് 18 വയസ്സ് മുതലാണ്. നമുക്ക് പല ഏരിയയിലും പല ആളുകളുടെ ഇടയിലും നമ്മുടെ സംസാരത്തിനും നമ്മുടെ അഭിപ്രായത്തിനും ഈവൻ നമ്മുടെ പ്രസൻസിന് പോലും വില ഉണ്ടാകുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് 18 വയസ്സിന് മുകളിലേക്കുള്ള പ്രായം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു കുട്ടി എന്ന് പറയുന്ന ടാഗ്ലൈനിൽ നിന്ന് നമ്മളൊരു മുതിർന്ന പൗരനായിട്ട് മാറുകയാണ്. ഈ ഒരു സമയത്താണ് നമ്മൾ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്. എന്താണ് നമ്മുടെ ഫ്യൂച്ചർ, എങ്ങനെയായിരിക്കും നമ്മുടെ കരിയർ, ഏത് രീതിയിലാണ് നമ്മൾ അറിയപ്പെടേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനിടെ ഒരു അടിത്തറ സ്റ്റാർട്ട് ചെയ്യുന്നത് 18 വയസ്സ് മുതലുള്ള നമ്മുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. നമുക്ക് ഒരുപാട് ശീലങ്ങൾ ചെറുപ്പത്തിലുണ്ടാവാം, ഒരുപാട് അനുഭവങ്ങൾ ചെറുപ്പത്തിലുണ്ടാവാം. അതിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങളും നമ്മുടേതായിട്ടുള്ള വഴികളും ഒക്കെ ചൂസ് ചെയ്യാൻ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു പ്രായം എന്ന് പറയുന്നത് 18 വയസ്സാണ്. സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് അവർ 18+ ഏജ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 18 വയസ്സിന് മുകളിൽ പ്രായമായിട്ടുള്ള അല്ലെങ്കിൽ 18 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി എങ്ങനെ ചിന്തിക്കണം, ഏത് രീതിയിൽ അവൻ്റെ തീരുമാനങ്ങൾ മാറ്റിയെടുക്കണം, അയാളുടെ കരിയർ എങ്ങനെ ബിൽഡ് ചെയ്യണം, എന്തൊക്കെയാണ് കാണേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഇൻസൈറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, 18+ എന്ന് പറയുന്ന സമയത്ത് നോർമലി നമ്മുടെ മൈൻഡിൽ വരുന്ന പിക്ചേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് ന്യൂഡിറ്റി, സെക്സ്, അഡൾട്ട് തുടങ്ങിയിട്ടുള്ള ഒരു സൈഡാണ്. നേരെ മറിച്ച് അതിന് മറ്റൊരു സൈഡുണ്ട് 18+ എന്ന് പറയുന്നത്. നമ്മുടെ കരിയർ, നമ്മുടെ ജോബ്, നമ്മുടെ സ്കില്ല്, നമ്മുടെ പാഷന്, നമ്മുടെ റിലേഷൻഷിപ്സ്, നമ്മുടെ കോണ്ടാക്ട്സ് തുടങ്ങിയിട്ടുള്ള നമ്മുടെ ഫ്യൂച്ചറൊക്കെ അടങ്ങുന്ന ഒരു വലിയൊരു സൈഡ് നമ്മുടെ മറ്റൊരു സൈഡിലുണ്ട്. മീൻസ് ഒരു ന്യൂഡിറ്റി അല്ലെങ്കിൽ ഒരു വളരെ വേസ്റ്റായി പോകുന്ന, സമയം വേസ്റ്റായി പോകുന്ന, കംപ്ലീറ്റ്ലി എൻ്റർടൈൻമെൻറ്റ് മാത്രമായി പോകുന്ന, നമ്മുടെ ബിഹേവിയർ കൊളാപ്സ് ആയി പോകുന്ന, നമ്മുടെ ഫ്യൂച്ചർ കൊളാപ്സ് ആയി പോകുന്ന ഒരു സൈഡും അതുപോലെ തന്നെ ബ്രൈറ്റ് ഫ്യൂച്ചറുള്ള മറ്റൊരു സൈഡും നമുക്കുണ്ട് 18+ന് ശേഷം. സോ അതെങ്ങനെയൊക്കെ ചൂസ് ചെയ്യണം എന്നുള്ളത് ആക്ച്വലി അത് തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടും നിങ്ങൾക്കാണ്. പക്ഷേ അത് റൈറ്റ് വേയിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് റിസൾട്ട് വരുന്നത് നമ്മുടെ നമ്മൾ സ്വയം ഡെവലപ്മെൻറ്റിലേക്ക് എത്തുന്നത് ഏതാണ് എന്നുള്ളത് ചൂസ് ചെയ്യാൻ നല്ലൊരു വിസ്ഡം ആവശ്യമാണ്. സോ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സ്, അതുപോലെ തന്നെ ആമസോൺ പ്രൈംസ്, യൂട്യൂബ്, അതുപോലെ തന്നെ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഒരുപാട് ഗെയിംസ് ഉണ്ട്, ഒരുപാട് ലിറ്ററേച്ചേഴ്സ് ഉണ്ട്. ഇതിലെല്ലാം 18+ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള നല്ല വശങ്ങളും അവിടെ അവൈലബിൾ ആണ്. എക്സാമ്പിൾ പറയാം, നെറ്റ്ഫ്ലിക്സിൽ നമുക്ക് ഒരുപാട് സീരീസ് അവൈലബിൾ ആണ്. അനീംസ് ആവട്ടെ അല്ലെങ്കിൽ ഫിക്ഷൻസ് ആവട്ടെ, റൊമാൻറ്റിക് മൂവീസ് ആവട്ടെ, റൊമാൻറ്റിക് സീരീസ് ആവട്ടെ, പല തരത്തിലുള്ള കണ്ടൻറ്റ്സ് അവൈലബിൾ ആണ്. ഇതിൽ പലതിലും 18+ എന്നുള്ള ടാഗുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ മറ്റു വശങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ന്യൂഡിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന, റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മീൻസ് റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരുപാട് മൂവീസ് അവൈലബിൾ ആണ്, ഒരുപാട് സീരീസസ് അവൈലബിൾ ആണ്, ഒരുപാട് ഡോക്യുമെൻ്ററീസ് അവൈലബിൾ ആണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ ഡെലമ, മിനിമലിസ്റ്റ് തുടങ്ങിയിട്ടുള്ള സീരീസസ് മീൻസ് ഡോക്യുമെൻ്ററീസ് അവിടെ അവൈലബിൾ ആണ്. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പറയാം.
ദെൻ ഇത്തരത്തിലുള്ള പല ഫീസുകളും മീൻസ് പല ഓപ്പർച്യൂണിറ്റീസും നമുക്ക് ഈ പ്ലാറ്റ്ഫോംസിൽ അവൈലബിൾ ആണ്. യൂട്യൂബിൽ വരുന്ന സമയത്ത് മൂവീസ് മാത്രമല്ല ഉള്ളത്, സോങ്സ് മാത്രമല്ല ഉള്ളത്, ഒരുപാട് വീഡിയോ ഗെയിംസിൻ്റെ റിവ്യൂസ് മാത്രമല്ല ഉള്ളത്, ജസ്റ്റ് ട്രോളിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഇത്തരത്തിലുള്ള മീൻസ് റിയാക്ഷൻ വീഡിയോസ് മാത്രമല്ല ഉള്ളത്, വെറുതെ എൻ്റർടൈൻമെൻറ്റ് വേണ്ടി മാത്രമുള്ള കണ്ടൻസ് അല്ല ഉള്ളത്. നേരെ മറിച്ച് ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്, ഒരുപാട് സ്പീച്ചസ് അവൈലബിൾ ആണ്, ലിറ്ററേച്ചേഴ്സ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ നമ്മുടെ കരിയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ഈവൻ നമുക്ക് ആവശ്യമുള്ള നമ്മൾ ഡിഗ്രി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിഗ്രി ബേസ് ചെയ്ത് ആളുകൾ ചെയ്യുന്ന മീൻസ് ടീച്ചേഴ്സ് ചെയ്യുന്ന ക്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ പേഴ്സണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന പലതരത്തിലുള്ള വീഡിയോസും ഗൈഡൻസും തുടങ്ങിയിട്ടുള്ള വീഡിയോസൊക്കെ അതിൽ അവൈലബിൾ ആണ്. സോ വാട്ട് വി ചൂസ് ഈസ് അവർ റിസൾട്ട് ഓർ അവർ പാത്ത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫ്യൂച്ചർ അവിടെ നിലനിൽക്കുന്നത്. നമ്മൾ എപ്പോൾ നമുക്ക് നെഗറ്റിവിറ്റി മതി, അല്ലെങ്കിൽ ന്യൂഡിറ്റി മതി, അല്ലെങ്കിൽ ഗെയിം മതി, എൻ്റർടൈൻമെൻറ്റ് മതി തുടങ്ങിയിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് ചിന്തിച്ചു പോകുന്നു, അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് മാത്രമേ നമ്മുടെ ഫ്യൂച്ചറിൽ ഉണ്ടാവുള്ളൂ. ഈ ന്യൂഡിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോണോഗ്രഫി എന്ന് പറയുന്നത്, ഗെയിമിംഗ് എന്ന് പറയുന്നത് അതൊരു അഡിക്ഷനിലേക്ക് പോകുന്ന സമയത്ത് 100% നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ഫ്യൂച്ചർ കൊളാപ്സ് ആയിട്ടുണ്ട്. നമുക്കൊരിക്കലും റൈറ്റ് വേയിൽ ഭാവിയിൽ ചിന്തിക്കാൻ പറ്റില്ല. ഒരു സമയം കഴിഞ്ഞാൽ നമ്മുടെ അതൊരു ഹാബിറ്റ് മാറി അതൊരു അഡിക്ഷനായിട്ട് മാറുന്ന സമയത്ത് ഗെയിമിംഗ് ആവട്ടെ, പോണോഗ്രഫി ആവട്ടെ, നമ്മുടെ മൊബൈൽ യൂസ് ആവട്ടെ, മറ്റെന്താവട്ടെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ അഡിക്ഷൻ കൂടുതൽ വരുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ് ആസ്പെക്ട്സ് നമ്മുടെ ഉള്ളിൽ നമ്മളറിയാതെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക. എക്സാമ്പിൾ, ഒരു ന്യൂഡിറ്റി കണ്ടൻസ് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ കാഴ്ചപ്പാട്, അയാൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അയാൾ കാണുന്ന സ്ത്രീകൾക്ക് വസ്ത്രം ഉണ്ടാവില്ല, ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അയാളുടെ മുമ്പിൽ കാണുന്ന ഒരു പുരുഷന് വസ്ത്രം ഉണ്ടാവില്ല, അയാളുടെ ശരീരത്തിൻ്റെ അളവുകൾ എന്താണെന്നുള്ളത് നമ്മൾ ഇമാജിൻ ചെയ്യും. എന്തൊക്കെ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത, നമ്മൾ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരും എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അതിൽ ഒരാൾക്കും ഒരു സയൻസിനും അതിനെ എതിർക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. നേരെ മറിച്ച് തിരിച്ച് ഇങ്ങോട്ട് വരാം. നമ്മുടെ സ്കിൽ എന്താണ്, നമ്മൾ ആഗ്രഹിക്കുന്ന ഫ്യൂച്ചർ എന്താണ്, നമ്മൾ ആഗ്രഹിക്കുന്ന ജോബ് എന്താണ് കരിയർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി സ്ഥിരമായിട്ട് നമ്മൾ ഇതിൽ എന്ത് ചെയ്യുകയാണ്, വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല ഹ്യൂമൻ റിലേഷൻഷിപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, നല്ല കരിയർ റിലേഷൻഷിപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത്, ഹാപ്പിനെസ്സിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ നേച്ചറിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് നമ്മൾ ഈ കണ്ടന്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ അതായിരിക്കും. പ്രൊഡക്റ്റീവായിട്ട് എങ്ങനെ മാറാം, നമുക്ക് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് മാറാം, ബാക്കിയുള്ള ആളുകളെ നമുക്ക് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ സ്കിൽ എന്താണ് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. മീൻസ് ഏത് സ്കില്ലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ഏത് ജോബിനാണ് ഞാൻ പോകേണ്ടത്, ഏത് വർക്കാണ് ഞാൻ ചെയ്യേണ്ടത്, ഏത് ഏരിയയിലാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യണം. അതിനനുസരിച്ചുള്ള കണ്ടൻസ് നമ്മൾ യൂട്യൂബിൽ നിന്നാണെങ്കിലും, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നാണെങ്കിലും, വേറെ നെറ്റ്ഫ്ലിക്സ് ആവട്ടെ, പ്രൈം ആവട്ടെ, ഏത് തരത്തിലുള്ള പ്ലാറ്റ്ഫോംസിലാണെന്നുണ്ടെങ്കിലും, ഈവൻ നമ്മൾ ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് വരെ, ബുക്സ് വായിക്കുന്ന സമയത്ത്, ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. സോ അതിനനുസരിച്ചുള്ള ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് ഉണ്ടായി വരും എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ഇത്രയും കാലം എന്ത് ചെയ്തു എന്നുള്ളത് ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള ഒരു സമയം കൂടിയായിട്ട് നമുക്ക് ഈ 18+ പ്രായത്തിനെ കാണാൻ പറ്റും. അതായത് നമ്മൾ മുമ്പ് പഠിച്ചിരുന്ന കോഴ്സുകൾ, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന കാര്യങ്ങൾ, നമ്മുടെ ഹാബിറ്റുകൾ തുടങ്ങിയിട്ടതെല്ലാം എല്ലാ കാര്യങ്ങളും ഭാവിയിൽ എന്തായി തീരാൻ പറ്റുന്ന രീതിയിലുള്ളതായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് എന്ത് ചെയ്യുക, തിരിഞ്ഞു നോക്കാം. നമ്മൾ ഇത്തരത്തിൽ ഒരുപാട് കാര്യത്തിൽ സമയം വേസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം. നമ്മൾ എടുത്തിട്ടുള്ള കോഴ്സുകൾ അട്ടർ ഫ്ലോപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ എന്താണോ, നമ്മുടെ സ്കിൽ എന്താണോ, നമ്മുടെ പാഷൻ എന്താണോ അതിന് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളതായിരിക്കാം. നമ്മൾ സയൻസ് എടുക്കേണ്ട സ്ഥലത്ത് കൊമേഴ്സ് എടുത്തിട്ടുണ്ടാവും, കൊമേഴ്സ് എടുക്കേണ്ട സമയത്ത് ഹ്യൂമാനിറ്റീസ് എടുത്തിട്ടുണ്ടാവും. ഈ ഹ്യൂമാനിറ്റീസും കൊമേഴ്സും പഠിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആളുകൾ സയൻസ് എടുത്തിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ആർട്ടിലേക്ക് പോകാൻ താല്പര്യമുള്ള ആളുകൾ സയൻസ് എടുത്തിട്ട് ഏതെങ്കിലും സയൻറ്റിഫിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടാവാം. അതുപോലെ തന്നെ അക്കൗണ്ട് ഫീൽഡിൽ വർക്ക് ചെയ്യേണ്ട ആളുകൾ വേറെ ഏതെങ്കിലും ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. തുടങ്ങിയിട്ട്
നമ്മുടെ ഫ്യൂച്ചർ എന്താണോ, നമ്മുടെ സ്കിൽ എന്താണോ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാത്ത കാരണം കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് അത് റൈറ്റ് വേയിൽ ചൂസ് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് സഫർ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം. അതെല്ലാം അവിടെ ബ്രേക്ക് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ശരിയായിട്ടുള്ള രീതി. മറ്റത് നമ്മൾ ഒരു ഒഴുക്കിനനുസരിച്ച് പോകുന്നു എന്നുള്ളതായിരിക്കും. പക്ഷേ ആ ഒഴുക്കിൽ ഒരുപാട് കല്ലുകളും മുള്ളുകളും എല്ലാം ഉണ്ടാവും. അതെല്ലാം നമ്മൾ സഹിച്ച് നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ ആർക്കോ വേണ്ടിയിട്ട് ജീവിക്കുക എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക. അതിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടാവും, ഒരുപാട് സ്ട്രെസ്സുകൾ ഉണ്ടാവും. ഈ സ്ട്രെസ്സ് കാരണം കൊണ്ട് മറ്റുള്ള ആളുകളോടുള്ള പെരുമാറ്റത്തിലും മറ്റുള്ള ആളുകളോടുള്ള മീൻസ് നമ്മുടെ മറ്റ് റിലേഷൻഷിപ്പിലൊക്കെ അത് ബാധിക്കുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ്. സോ അതിനൊക്കെ മറികടക്കാൻ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് എന്താണോ നമ്മുടെ പാത്ത്, നമ്മുടെ റൈറ്റ് വേ ഏതാണോ അത് കണ്ടുപിടിക്കുക, അതിലേക്ക് മാറുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് താല്പര്യമുള്ള വർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, നമ്മൾ താല്പര്യമുള്ള ഫീൽഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഷോർട്ട് നോട്ടീസ് പീരീഡിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് കണ്ടുപിടിക്കുക, അതിനനുസരിച്ചിട്ടുള്ള വർക്കിലേക്ക് മാറുക, സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, റീഡിങ് ഹാബിറ്റ് കൂട്ടുക, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റും. ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 18 വയസ്സ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഒരു 25 ഏജിലേക്ക് എത്തുന്ന സമയത്തെങ്കിലും നമ്മൾ റൈറ്റ് വഴിയിലേക്ക് മാറും. നമ്മുടെ ഒരു ഗ്രോത്ത്, പ്രോഗ്രസ് നമുക്ക് അവിടെ കാണാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഈ ഒരു സമയത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെയ്യുന്നതെല്ലാം ഫോൾട്ടാണെങ്കിൽ ഫ്യൂച്ചറും അതുപോലെ തന്നെ ബ്രൈറ്റ് ആവാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. സോ നമ്മൾ ഒരു സെറ്റ് ഓഫ് പ്ലാൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യാനുള്ളത്. നമ്മൾ ഒരു ഡേ എങ്ങനെ സ്പെൻഡ് ചെയ്യണം, എപ്പോൾ എഴുന്നേൽക്കണം, എപ്പോൾ ഉറങ്ങണം, ഫസ്റ്റ് തീരുമാനിക്കേണ്ട ഒരു കാര്യം. ആദ്യം എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഹാബിറ്റ്സ് എന്തൊക്കെയായിരിക്കണം, നമ്മൾ എത്ര നേരം പഠിക്കണം, എത്ര നേരം മൊബൈൽ യൂസ് ചെയ്യണം, എത്ര നേരം വായിക്കണം, എത്ര നേരം എൻ്റർടൈൻമെൻറ്റിൽ സ്പെൻഡ് ചെയ്യണം, എന്ത് ഭക്ഷണം കഴിക്കണം, ഏതൊക്കെ രീതിയിൽ നമ്മൾ ഫിസിക്കലി വർക്കൗട്ട് ചെയ്യണം, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. നടക്കാൻ പോകുന്ന ആളുകൾ നടക്കാൻ പോവുക, വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ വർക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനൊരു സമയം കണ്ടെത്തുക, വായന ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനൊരു സമയം കണ്ടെത്തുക, എഴുത്ത് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ അതിനൊരു സമയം കണ്ടെത്തുക. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു പ്ലാൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വി ആർ ഓൺ സക്സസ് ആൻഡ് നമ്മൾ റൈറ്റ് വഴിയിലാണ് പോകുന്നത്. നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ എന്തായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു ഓൺട്രപ്രണർ ആവാൻ താല്പര്യപ്പെടുന്ന ആളുകളാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. മീൻസ് അത്തരത്തിലുള്ള മോട്ടിവേഷൻ ക്ലാസ്സസ് ഉണ്ടാവും, അത്തരത്തിലുള്ള ഗൈഡൻസ് ക്ലാസ്സസ് ഉണ്ടാവും. അത്തരം വീഡിയോസ് കാണാം, അത്തരത്തിലുള്ള സെമിനാറുകൾ അറ്റൻഡ് ചെയ്യുക, ആളുകളുമായിട്ട് കൂടുതൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക, അവരുമായിട്ട് സ്ഥിരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഓപ്പർച്യൂണിറ്റീസിൻ്റെ വലിയൊരു എന്താ പറയുക, കടൽ തന്നെ നമുക്ക് തുറന്നു കിട്ടും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിലൂടെ ഏത് ജോബിന് നമുക്ക് മാറാൻ പറ്റും, പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കണ്ടെത്താൻ പറ്റും, അതിലേക്ക് മാറാൻ പറ്റും. പലതരത്തിലുള്ള ബുക്സ് ഉണ്ട്, നമുക്ക് ഇൻഫ്ലുവൻസർ ആവാൻ പറ്റുന്ന ഒരുപാട് ബുക്സ് ഉണ്ട്. 7 ഹാബിറ്റ്സ് ഓഫ് സക്സസ്ഫുൾ പീപ്പിൾ എന്ന് പറയുന്ന ബുക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിൽ പല ബുക്സൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. നല്ല ഡോക്യുമെൻ്ററീസ് അവൈലബിൾ ആണ്, ഇൻ്റർവ്യൂസ് അവൈലബിൾ ആണ്. ഇതെല്ലാം കാണുകയും അതുപോലെ നമ്മുടെ ലൈഫിലേക്ക് സക്സസ്സിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ എടുത്ത് വെക്കാൻ കഴിയുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നുകൊണ്ടും പേടിക്കാനില്ല. ഒരു വഴി അടയുന്ന സമയത്ത് മറ്റൊരു വഴി കണ്ടെത്താനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ നമ്മൾ ഏകദേശം വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ഇനി തീരുമാനിക്കുക, ഏകദേശം ഒരു ധാരണ 2 സൈഡിൻ്റെ 18+ൻ്റെ 2 സൈഡിൻ്റെ ഒരു വിഷ്വൽ ഞാനിപ്പോൾ മുന്നോട്ട് വെച്ചത് അതാണ്. സോ നിങ്ങൾക്ക് തീരുമാനിക്കാം ഏതാണ് ചൂസ് ചെയ്യേണ്ടത്. ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവാം, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ന്യായീകരണങ്ങൾ ഉണ്ടാവാം, നിങ്ങളുടേതായിട്ടുള്ള ഇൻസൈറ്റ്സ് ഉണ്ടാവാം. ഈ 3 കാര്യങ്ങളും ശരിയാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ ഒന്ന് നന്നായിട്ട് ആലോചിക്കുക. ദെൻ നമ്മൾ പോകുന്ന വഴി ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യുക. ഇത്രയും കാലം നമ്മൾ പോയ റൂട്ട് എന്താണ്, നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്താണ്, ഞാനിപ്പോൾ റൈറ്റ് വേയിലാണോ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ, എൻ്റെ പ്ലാനിങ് ശരിയാണോ, എൻ്റെ ടൈം ഷെഡ്യൂൾ ശരിയാണോ, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുകയും അതിനനുസരിച്ച് വേണ്ടതായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുക. ഇതിലേത് ചൂസ് ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നിങ്ങൾക്കാണ്. എൻ്റെ ഒരു ഇൻസൈറ്റ് വെച്ചിട്ട് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിളാണ് നിങ്ങൾക്ക് മുമ്പിൽ വെച്ചിട്ടുള്ളത്. സോ ചൂസ് വൈസ്ലി. നമ്മുടെ സക്സസ് നമ്മൾ ഇപ്പോഴത്തെ സമയം എങ്ങനെ ചിലവഴിക്കുന്നു എന്നുള്ളതിലാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എന്നുള്ളത് തീരുമാനിക്കുന്നിടത്താണ് നിങ്ങളുടെ ലൈഫ് മാറാൻ പോകുന്നത്. താങ്ക് യു.